അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കാത്തവരാണ് നാം. സ്ത്രീ വിഷയം സ്ഥാനത്തെറുപ്പിച്ച പ്രമുഖർ നിരവധിയാണ്. എന്തുകൊണ്ടാണ് വിശേഷബുദ്ധിയുള്ള ജീവിയെന്ന് അവകാശപ്പെടുന്ന മനുഷ്യന് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രണയത്തിന് പ്രായമോ ജാതിയോ നിറമോ സൗന്ദര്യമോ രാജ്യമോ വിവാഹമോ തടസ്സമല്ല. അതൊരു രോഗമാണ്. ആ രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാൻ ഒരു മനുഷ്യന് സാധിച്ചില്ലെങ്കിൽ അവൻ മാനസിക മരണത്തിനോ ശാരീരിക മരണത്തിനോ വിധേയമാകുക തന്നെ ചെയ്യും. ആദ്യത്തേതാണെങ്കിൽ സ്ഥാനവും മാനവും നഷ്ടപ്പെട്ട് ജീവച്ഛവമായി കഴിയേണ്ടി വരും. പ്രണയം രോഗാവസ്ഥയിൽ എത്താതിരിക്കാൻ ഖുർആൻ നൽകുന്ന ഒരു ഉപദേശമുണ്ട്. അധ്യായം 24 വചനങ്ങൾ 30-31. അവ ഇങ്ങനെ മനസ്സിലാക്കാം. പുരുഷനും സ്ത്രീയും അവരുടെ കണ്ണുകളെ താഴ്ത്തണം, അവരുടെ ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കണം. അവരുടെ വിശുദ്ധി നിലനിൽക്കാൻ അത് അനിവാര്യമാണ്. ദൈവികമായ ഈ നിർദ്ദേശം നടപ്പിൽ വരുത്തുന്നതിനേക്കാൾ ഫലപ്രദമായ ഒരു ചികിത്സ ഈ രോഗവ്യാപനം തടയാനില്ല. കാരണത്തെ തടയാതെ കാര്യത്തെ ഇല്ലാതാക്കാനാകില്ല. ഭക്ഷണം കഴിക്കാതെ വിശപ്പ് മാറില്ലല്ലോ. നോട്ടം അധികരിച്ചാൽ അത് പുഞ്ചിരിയിലേക്കും, പുഞ്ചിരി കുശലാന്വേഷണത്തിലേക്കും, കുശലാന്വേഷണം തുടർബന്ധങ്ങളിലേക്കും, തുടർബന്ധങ്ങൾ പ്രണയത്തിലേക്കും എത്തിക്കും. പ്രണയബന്ധം മാന്യമായ കുടുംബജീവിതത്തിനു യോജിക്കാതെ വരുമ്പോൾ അത് കലാശിക്കുക മാനസികമോ ശാരീരികമോ ആയ മരണത്തിലായിരിക്കും.